അനുസ്മരണ ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് യെശയ്യാ പ്രവാചക പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. അവൻ അതിന് വേലി കെട്ടി. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനശ്വരത്വമുള്ള പ്രവാചക ചതുഷ്ടയങ്ങളിലെ യഥേഷ്ടം പ്രവാചക യശസ്സികളിൽ കരുത്തനായ പ്രവാചക പ്രമുഖനായ യെശയ്യാ ദീർഘദർശിയുടെ ഗ്രന്ഥം, പ്രവാസത്തിന് മുൻപുള്ള പ്രവാചക ഗ്രന്ഥം, ഉസിയ, യോഥാം, ആഖാസ്, ഇഗസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാർ 2 ഗോത്രമടങ്ങിയ രാഷ്ട്രം ഭരിക്കുന്ന കാലം. ആ കാലത്ത് 10 ഗോത്രമടങ്ങിയ ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ സാരഥികൾ തിളങ്ങി വിളങ്ങി നിൽക്കും കാലം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള കാലം. 11ഓളം പ്രവാചക പ്രമുഖന്മാരുടെ വായിൽ നിന്ന്, ആലങ്കാരികമായി ഇങ്ങനെ പറയാം, അഗ്നിനാവുകളിൽ നിന്ന് ഈടുറ്റ മികവുറ്റ തികവുറ്റ പ്രവാചക സൂക്തങ്ങൾ, പ്രവാചക ആലോചനകൾ ലഭ്യമായ കരുത്തുറ്റ ദൈവിക അരുളപ്പാടുകൾ കൈമാറിയ ഒരു കാലം. 11ഓളം പ്രവാചക ഗ്രന്ഥങ്ങൾ തന്നെ ഈ കാലത്ത് ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉപരി പ്രവാചകന്മാർ പ്രവചനക്കുന്നിന്റെ മുകളിൽ കയറി നിന്ന് പ്രവചിച്ചിട്ടുണ്ട്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും പ്രവചിക്കാൻ നിന്ന കാലം. അവരുടെ പ്രവചനത്തിന്റെ വ്യാപ്തിയാണ് വലുതും ചെറുതും രണ്ടായി തിരിച്ചത്. അതിന് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ: ഒന്ന്, ഒരു വ്യക്തിയെ നോക്കിയുള്ള പ്രവചനം എന്നുള്ളതല്ല, രാഷ്ട്രത്തെ നോക്കി, അയൽ രാഷ്ട്രങ്ങളെ നോക്കി, ആകാശത്തെ നോക്കി, ഭൂമിയെ നോക്കി, ഇന്നലകളെ നോക്കി എന്ന് വെച്ചാൽ BC 700-750 ജീവിച്ചിരുന്ന ഭക്തൻ അവിടെ നിന്ന് ഇന്നലകളിലേക്ക് കയറിയൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ യുഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന പ്രവചനങ്ങൾ, നാളെയുടെ നീളയിലേക്ക് നീണ്ടു നോക്കി നടത്തിയ പ്രവചനങ്ങൾ, ഗതകാലം നന്നായി പ്രവചിച്ചിട്ടുണ്ട്. BC 4000-ന് പിന്നിലുള്ള കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ വലിയ പ്രവാചകന്മാരായത്. സ്തോത്രം. പ്രോഗ്രാം അധികം ഉള്ളത് കൊണ്ടല്ല അവർ വലിയ പ്രവാചകന്മാരായത്. അവർ പ്രവാചകന്മാരായത് പ്രവചനത്തിൻ്റെ വ്യാപ്തിയാണ്. സ്തോത്രം. വിഷയത്തിൻ്റെ വ്യാപ്തിയാണ്. ചെറിയ പ്രവാചകന്മാർ ഒരു ഗ്രഹത്തെ നോക്കി, ഒരു ഗോത്രത്തെ നോക്കി, ഒരു വ്യക്തിയെ നോക്കി, ഒറ്റ വിഷയത്തെ മാത്രമായി ഒക്കെ 2-3 അധ്യായങ്ങൾക്കകത്ത് ഒതുങ്ങുമാർ പിന്നീടാണ് അധ്യായങ്ങളായി തിരിച്ചത് പ്രവചനങ്ങൾ നയിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ പ്രവചനം ശ്രദ്ധിച്ച് ഞാനിതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം. 8-ാം നൂറ്റാണ്ടിലുള്ള ഇസ്രയേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രവചന ഗീതം താൻ 5-ാം അധ്യായത്തിൽ പാടുകയാണ്. നോക്കൂ, ചില പ്രവചനങ്ങൾ, പ്രവചന ഗദ്യമുണ്ട്, പ്രവചന പദ്യമുണ്ട്. യെശയ്യാ പ്രവചനത്തിനകത്ത് ദാസഗീതങ്ങൾ എന്ന പേരിൽ തന്നെ യാബറ്റ് എന്ന് വിളിക്കുന്ന ദാസഗീതങ്ങൾ എന്ന പേരിൽ തന്നെ പ്രധാനപ്പെട്ട 4 ദാസഗീതങ്ങളുണ്ട്. അപ്പോൾ പ്രവചന ഗീതങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രവചനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ശൈലിയുണ്ട്. യോഗമൊക്കെ അവസാനം വെക്കുമ്പോൾ ഒന്ന് മൂക്കുമ്പം ആ കാലങ്ങോട്ട് വെച്ച്, അതുവരെയൊക്കെ വിശ്വാസികളൊക്കെ ചിലരൊക്കെ ഉറങ്ങും. കാലൊക്കെ വെച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാത്തപ്പോൾ വരുന്ന ഒരു തരിപ്പും പെരിപ്പും ആ ഒരു സ്റ്റൈല് മാത്രമാണ്. അതും പ്രവചനമാണ്. എന്നാൽ ബൈബിളിലെ പ്രവചനങ്ങൾ പല മോഡലിലുണ്ട്. സ്തോത്രം. പ്രവചന ഗദ്യമുണ്ട്. ദാവീദ് പ്രവചിച്ച പല പ്രവചനങ്ങളും പ്രവചനപ്പാട്ടുകളാണ്. ഇനി പുതിയ നിയമത്തിലൊരു പ്രവാചകൻ യോഗം മൂത്തു നിൽക്കുമ്പോഴൊന്നുമല്ല, പൗലോസ് ഉള്ളപ്പം അരക്കച്ച എടുത്ത് പൗലോസിൻ്റെ അടുത്ത് എന്ത് ചെയ്തു? ഒരു കെട്ട് കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ യെരുശലേമിൽ വെച്ച് ബന്ധിക്കും. നോക്കണേ. അപ്പം നമ്മുടെ ശൈലിയിൽ എന്തും വന്നാൽ നമ്മൾ ഉൾക്കൊള്ളും.
അതാണ് ഒരു പ്രത്യേകത. ഈ കാലത്ത് നമ്മുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ എന്തും പറഞ്ഞാൽ നമ്മുടെയാണെന്ന് നമ്മൾ എടുത്തു പോകും. എന്നാൽ നോക്കണമേ, ഈ പ്രവാചകന്മാര് നാം ഇന്ന് കാണുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ പ്രവചനം. അത്രയും പറഞ്ഞു എന്ന് മാത്രം മുഖവരയായിട്ട്. 5-ാം അധ്യായം ഒരു പ്രവചന ഗീതമാണ്. ഇതിനകത്ത് ഒരു പ്രത്യേക വാക്ക് മാത്രം അടർത്തിയെടുക്കുന്നു, ദൈവിക വേലി എന്നുള്ളത്. ഡിവൈൻ ഫെൻസ്, ദൈവിക വേലി. എന്താണ് ദിവ്യ വേലി എന്നുള്ളത്? ദൈവം കെട്ടിയ വേലി. ദൈവം ആർക്കൊക്കെ വേലി കെട്ടിയിട്ടുണ്ട്? ദൈവം വ്യക്തികൾക്ക്, ദൈവം കുടുംബങ്ങൾക്ക്, ദൈവം വ്യക്തികൾക്കുള്ളവയ്ക്ക്, ദൈവം ജാതികൾക്ക്, ദൈവം രാഷ്ട്രങ്ങൾക്ക് വേലി കെട്ടിയതിന് വിശുദ്ധ ബൈബിളിൽ തെളിവുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ധ്യാനിക്കുന്നത് ചിലരുടെ അകത്ത് സുരക്ഷാബോധം ഉണ്ടാകുക. ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ഞാൻ ആരുമില്ലാത്തവനല്ല, ഞാൻ കൃത്യമായ ദൈവത്തിൻ്റെ വേലിക്കുള്ളിലാണ് എന്നൊരു ബോധ്യം ഇവിടെ ഉള്ള എല്ലാവരുടെ അകത്തും ഉണ്ടായി. മനോവീര്യം വർദ്ധിച്ച് വിശ്വാസത്തിലും വചനത്തിലും ഉറച്ച് വരുന്നൊരാഴ്ചയിൽ ഏതെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും ദൈവം അറിയാതെ എൻ്റെ തലേന്നൊരു കൊച്ചു രോമം പോലും പറയില്ലെന്നുള്ള ഉറപ്പോടെ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലർക്കും വിദേശത്തുള്ള മക്കളെക്കുറിച്ച്, വിദേശത്തുള്ള ഭർത്താവിനെക്കുറിച്ച്, വിദേശത്തുള്ള ആങ്ങളെക്കുറിച്ച്, വിദേശത്തുള്ള പെങ്ങളെക്കുറിച്ച്, വിദേശത്തുള്ള ഉറ്റവരെയും ഉടയവരെ കുറിച്ചൊക്കെ ആ വളരെ ആവലാതി ടെൻഷൻ ഉള്ളവരുണ്ട്. സ്തോത്രം. പലരും ഒരാഴ്ചക്കുള്ളിൽ വരുന്ന കോളുകൾ, ഒരു സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനത് കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട ആളല്ലേ. അല്ലാതെ ഒരാൾ പേടിച്ച് വിറച്ച് വിളിക്കുക, പാസ്റ്ററെ തലയുടെ മുകളിൽ കൂടെ എല്ലാം ഡ്രോണൊക്കെ പോകുക, അതുകൊണ്ട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുമ്പോൾ, ബ്രദറെ ഡ്രോൺ വീണ് ചത്തുപോയ 4 പേരുടെ കഥയും പറഞ്ഞിട്ട് മിക്കവാറും ഡ്രോൺ ബ്രദറിന്റെ തലയ്ക്ക് മേൽ വീടുന്നതായി ഞാൻ വെളിപ്പാട് കാണുന്നു എന്ന് പറഞ്ഞ എൻ്റെ ആട് ആദി പിടിച്ച് ചത്തുപോകും. മനോവീര്യം എന്ത് ചെയ്യും? നമുക്ക് മനോവീര്യം ദൈവം തന്നിട്ടുണ്ട് അല്ലേ? 2 കാലം നിൽക്കാമെന്നുള്ള ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് ഈ യോഗം കഴിഞ്ഞു കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ 1500-ഉം 2000-ഉം 2500-ഉം CC ഉള്ള എൻജിനുള്ള വാഹനം. ഈ യോഗം കഴിഞ്ഞ് എനിക്ക് അത് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിക്കാമെന്നുള്ള ഒരു മനോധൈര്യം അല്ലേ, ആത്മവിശ്വാസം അകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ പ്രിയരെ? ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നത്. 2 ചക്രം 2 ചക്രമേ ഉള്ളൂ, ഇങ്ങോട്ടും പറയോ അങ്ങോട്ടും പറയോ അല്ല, എനിക്ക് ബാലൻസ് ഉണ്ട്, എൻ്റെ ഭാര്യയെയും മക്കളെയും വെച്ചോണ്ട് വീട് വരെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യമുള്ളവരാണ് ഈ യോഗം കഴിഞ്ഞ് വണ്ടി എടുക്കുന്നത് അല്ലേ? അല്ലേ? ആത്മധൈര്യം നഷ്ടപ്പെട്ടാൽ പിന്നീട് 1 ഇഞ്ച് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഈ സഭയുടെ പാസ്റ്ററായിട്ട് നിൽക്കുന്നു. ഇന്ന് ഈ സഭയിലെ പൊതു ശുശ്രൂഷകൾ പലതും നിർവഹിക്കണം. ഇത് കഴിഞ്ഞ് തിരുവത്താഴമുണ്ട്. ആമേൻ. 100 പേരുള്ളൊരു സഭ, 500 പേരുള്ളൊരു സഭ, 500 പേരെ 1000 പേരെ അടങ്ങിയ ആ കൂട്ടത്തെ മുൻപോട്ട് നയിക്കാനുള്ള പ്രാപ്തി ദൈവം തന്നിട്ടുണ്ട്, അതിനുള്ള അഭിഷേകം ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം ആരെക്കാൾ കൂടുതൽ എനിക്കുണ്ടെങ്കിൽ മാത്രമേ ആ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സേനയുടെ മനോവീര്യം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ,
പുറമറ്റം സഭയിലുള്ള അവൻ കർത്താവിന്റെ പോരാളികളുടെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന അവൻ ദൈവരാജ്യത്തിന്റെ പോരാളികളുടെ മനോവീര്യം വർദ്ധിക്കുക എന്നുള്ളതാണ് ഇന്ന് പകലിലെ ഈ ശുശ്രൂഷകൾ നിമിത്തം എൻ്റെ ഒരു ലക്ഷ്യം, കർത്താവ് നൽകിയിട്ടുള്ള അവൻ അത് സംബന്ധമായുള്ള ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസം വർദ്ധിക്കണം, മനോവീര്യം വർദ്ധിക്കണം. സ്തോത്രം. യോഗത്തിന് വന്നപ്പോൾ കുറച്ച് മാനസിക ബലം ഉണ്ടായിരുന്നു, യോഗത്തിന് വന്നതിന് ശേഷം ഉള്ളത് പോയി. പ്രവചനം കേൾക്കുന്നത് വരെ ഒരു മനോവീര്യം ഉണ്ടായിരുന്നു. പ്രവചനം കേട്ട ശേഷം നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ സെറ്റായി. സ്തോത്രം. ആമേൻ. ആ ബ്രദറിനോട് സംസാരിക്കുന്നത് വരെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. സംസാരിച്ച ശേഷം ഉള്ളതും കൂടെ എന്ത് ചെയ്തു? ചാകാൻ പോകുന്നവന് ചാകാനുള്ള ആയം കൂട്ടിക്കൊടുക്കുന്നവനാകരുത് കണ്ടുമുട്ടുന്നവൻ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് ഈ വചനം നമ്മെ ശക്തീകരിക്കാൻ പോവുകയാണ്. ഈ വചനം നമ്മെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഉറപ്പോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? യെസ്. ഇന്ന് കർത്താവ് നമ്മെ ബലപ്പെടുത്തും. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വേലിയുടെ സവിശേഷത എന്താണ്? ഈ വേലി എന്ന പ്രയോഗം ദൈവം ആദ്യം വേലി കെട്ടിയത് BC 2000 ജീവിച്ചിരുന്ന ഊസ് ദേശത്തുള്ള അബ്രഹാമിന് സമകാലികനായ ഈ ജോബിനാണ് ആദ്യത്തെ വേലി കെട്ടിയത്. ആദ്യത്തെ വേലിയെക്കുറിച്ച് ബോധം ആദ്യം ഉണ്ടായതും വേലി ഉണ്ടെന്ന് പറഞ്ഞതും ആരാന്നറിയാവോ? പേടിക്കണ്ട, സാത്താൻ. സാത്താന്റെ പേര് തന്നെ തെറ്റിച്ച് പറഞ്ഞാൽ അവൻ പറയും എൻ്റെ പേര് അതല്ലെന്ന് പറയും. അതുകൊണ്ട് തെളിച്ച് പറഞ്ഞോണം, സാത്താൻ. എടുക്ക്. ജോബിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചു. നീ അവനും, ഇത് പറഞ്ഞത് 6-ാം വാക്യം മുതലുള്ള വിഷയത്തിലാണ്. 6-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു കേട്ടോ. ഒരു ദിവസം ദൈവപുത്രന്മാർ എന്ത് ചെയ്തു? 3-ാം സ്വർഗത്തിൽ നിൽക്കാൻ ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവസന്നിധി എന്ന പ്രയോഗമാണ്. ദൈവസന്നിധി എന്നുള്ളത് ഭൂമിയിലും ദൈവസന്നിധി ഉള്ളതിന് തിരുസന്നിധി, ദൈവസന്നിധി, അതിൻ്റെ ഹീബ്രു വേർഡ്, അതിൻ്റെ കിങ് ജെയിംസ് വേർഷനിൽ അത് കൊടുത്തിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഒന്ന് വെച്ച് പഠിക്കുന്നത് കുറച്ചും കൂടെ വ്യക്തമാകും. ഓക്കെ, ഇനി വായിച്ചു താഴോട്ട്. അടുത്തത് സാത്താനും എന്ത് ചെയ്തു? ചെന്നു. അടുത്ത വാക്ക്. ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച്, ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ഇപ്പോൾ ഒരാൾ വരികയാണ്, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഭൂമി മൊത്തം ഊടാടിയേച്ച് ഇപ്പോൾ പുറമറ്റത്ത് വന്നതാണ്. ഇനി അടുത്തത് വാക്ക്. അപ്പോ സാത്താൻ വേലി ഉണ്ടായിട്ടും ആരുടെ മേൽ ദൃഷ്ടി വെച്ചു? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എല്ലാവരും. വേലി എന്തുവാ മക്കളെ? വേലി. ഈ വേലിയുടെ വെളിയിലാണ് സാത്താൻ. വെളിയിൽ നിൽക്കുന്ന സാത്താൻ വേലിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഇയ്യോബിനെ എന്ത് ചെയ്തു? കണ്ടു. എന്ത് ചെയ്തു? കണ്ടു. ആ കണ്ട കാര്യം നോക്കിയത് യോബ് കണ്ടില്ല. കണ്ടതൊന്നും അവിടെ കാണുന്നില്ല. യോബ് കണ്ടിട്ടില്ല. എന്നാൽ ഈ വേലി കെട്ടിയവൻ, ആമേൻ, മഹാദൈവം അത് കണ്ടു. അപ്പൊ ഇവിടുന്ന് ഒരു ദൂത് ശ്രദ്ധിച്ചോ. ശത്രു നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചാൽ ആ ദൃഷ്ടിവെപ്പ്
ആര് കാണുന്നതിന് മുമ്പും ഹല്ലേലൂയ നമ്മുടെ ഉടയവൻ കണ്ടിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പത്രോസ് പോലും അറിഞ്ഞില്ല അവനെ പാറ്റാൻ ചോദിച്ചത്, അല്ലേ? എന്നാൽ യേശുവിനോടാ ചോദിച്ചത്. പത്രോസേ, ബാ പത്രോസേ, ഞാൻ നിന്നെ പാറ്റാമെന്നല്ല പത്രോസിനോട് പറഞ്ഞത്. പത്രോസിനെ പാറ്റേണ്ടതിന് കർത്താവിനോട് അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞ സാത്താൻ അറിയാം, യേശു അനുവദിക്കാതെ ഇവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റത്തില്ല. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? പുറമറ്റത്തുള്ള ദൈവകുഞ്ഞൊന്ന് മനസ്സിലാക്കണം, നീ കർത്താവിന്റെ വകയാണ്. സ്നാനപ്പെട്ട് നീ ക്രിസ്തുവിനോട് ചേർന്നവനാണ്, നീ ക്രിസ്തുവിൽ വസിക്കുന്നവനാണ്, നിന്റെ ഉള്ളിൽ കർത്താവുണ്ട്. എന്നാൽ നിന്നെ ദൃഷ്ടി വെച്ചിരിക്കുന്ന വൈരികൾ കാണും. എന്നാൽ എൻ്റെ ദൈവം അനുവദിക്കാതെ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു വൈരിയുടെ ശരങ്ങളും അവൻ ഒരു വൈരിയുടെ ഇടപെടലുകളും എൻ്റെ കൂടാരത്തിനകത്തുണ്ടാകില്ലെന്ന് ഇന്ന് പകലിൽ ഈ സഭായോഗത്തിനകത്തിരുന്നു കൊണ്ട് അവൻ വചനം ഏറ്റെടുത്ത് ബലപ്പെടുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ജനക സാംധന പ്രബദന അടക ജനക ശബരി യാതന രഗധനാദിയാതന. നോക്കൂ, വൈരി സാത്താൻ വേലിക്ക് വെളിയിൽ യോബിന്റെ ഭാര്യ, യോബിന്റെ മക്കൾ, തനിക്കുള്ളവയെല്ലാം വേലിക്ക് ഉള്ളില്. എന്നാൽ അടുത്ത വാക്ക് വായിച്ചു. വെറുതെയാണോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. സാത്താന്റെ ചിന്ത, വെറുതെയോ ഇവൻ ദൈവഭക്തനായിരിക്കുന്നത്? വേലിയുള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിന് യോബിനെ സാത്താൻ അറിയുന്ന അറിവിന്റെ അപ്പുറത്തൊരറിവുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാം. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ഭക്തനായ ദൈവ പൈതലേ, അവൻ നിന്നെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നിന്റെ വൈരിക്കല്ല, അവൻ നമ്മുടെ കർത്താവിനാ. സ്തോത്രം. സാത്താൻ പറഞ്ഞു, വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്, വേലിയുള്ളത് കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, വേലിയുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വേലിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ വേലി എവിടെ നമ്മൾ സാധാരണ കെട്ടാറ്? അടുക്കളയ്ക്കുള്ളിലോ ഹാൾമുറിയിലോ? അതിരേലാ എന്ത് ചെയ്യുന്നേ? വേലി കെട്ടുന്നേ. അതിര് തീർത്തല്ലേ കെട്ടുന്നേ? ഈ വേലി കെട്ടുമ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ അതിർത്തിയിൽ പിടുത്തമുള്ളവരുണ്ട്. അവരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും. കെട്ടിക്കഴിയുന്നവരെന്ത് ചെയ്യും? പിന്നുണ്ട് ഈ അതിരിന്റെ ഇപ്പുറത്തുള്ള പുള്ളിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടം കിട്ടുമ്പോൾ ഒരു നോക്കിയേച്ചൊരു ഒരു പോക്കുണ്ട്, കാണാത്ത പോലെ. ചിലരവിടെ നിന്നെന്ത് ചെയ്യും? ഏറ്റവും ഉടക്കുള്ള സ്ഥലമാണ് ഏത്? ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, ഏറ്റവും ഉടക്ക് വീഴുന്നൊരു സ്ഥലമാണ്. മാത്രം അല്ല, ഈ വേലി എന്തിനാണെന്നറിയാവോ? വേലിക്കുള്ളിലുള്ളവൻ ഈ അതിര് വിടാതിരിക്കാൻ, ഒന്നും കൂടെ പറയാം, അവന് ഈ വേലിയുടെ ഇങ്ങേ ഭാഗം വരെ വരാം. വെളിയിലുള്ളതിന് വെളിയിൽ നിന്ന് ഈ വേലി വരെ വരാം.
ഒന്നും കൂടെ തെളിച്ച് പറഞ്ഞാൽ, വെളിയിലുള്ളതിനെയും അകത്തുള്ളതിനെയും തമ്മിൽ, ആമേൻ, അതിനുള്ള അതിരാണ് ഏത്? വേലി. അപ്പൊ ദൈവം കെട്ടിയ വേലി. ഇയ്യോബിനും തനിക്കുള്ളവയ്ക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. ഇനി ആ വാക്യം ഒന്നും കൂടെ വായിച്ച വാക്യം വേലി മുതൽ വായിച്ചാൽ മതി. ആ ആ നീ അവനും, ആന്റി ഒന്നും കൂടെ നിർത്തി വായിക്കണം. നീ അവന് ചുറ്റും, അടുത്തത് അവന്റെ വീടിന്, അവനുള്ള സകലത്തിന്, 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകലത്തിന് ചുറ്റും കെട്ടിയെന്ന്. സ്തോത്രം. ഇതാര് കെട്ടി? ദൈവം കെട്ടി. എന്ന് ഇന്നേക്ക് ഏകദേശം, സ്തോത്രം, ആമേൻ, എത്ര വർഷം? BC 2000 ഈ സംഭവം. ദാവീദിന്, അബ്രഹാമിന്റെ കാലയളവ് BC 2000. അപ്പൊ ഈ കാലത്ത് അന്ന് വേദപുസ്തകവും ഇല്ല, സഭായോഗവും ഇല്ല, ഇതേപോലെയുള്ള തമ്പറടി ഇല്ല, ഇടപാടുകളില്ല, ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. അവൻ വാഗ്ദത്ത യുഗത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് ഉള്ളൊരു സംഭവമാണ്. അവ ആ കാലത്ത് ദൈവത്തെ യാഗം കഴിച്ച് നിയമം ചെയ്ത് ആരാധിച്ച ഭക്തനായ ജോബിന് ചുറ്റും ദൈവം വേലി കെട്ടി. എന്നിട്ട് വേലി കെട്ടിയിട്ട് ആ വേലി ദൈവം അനുവദിച്ചപ്പോഴാണ് എന്ന് വെച്ചാൽ അതിന്ന് ഗ്രഹിക്കേണ്ട അർത്ഥം, ദൈവം ആ വേലിക്ക് ഇപ്പുറത്തേക്ക് വരാൻ സാത്താനെ അനുവദിച്ചപ്പോഴാണ് അവന് ഇങ്ങോട്ട് കയറാൻ പറ്റിയത്. സ്തോത്രം, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുവദിക്കാതെ ഒരു വൈരിയും എന്ത് ചെയ്യില്ല. യോ ഇനി ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാം. ദൈവം വേലി കെട്ടിട്ട വേലിക്കുള്ളിൽ, ഇപ്പുറത്ത് ഉള്ളിൽ താമസിക്കുന്ന പുറമറ്റത്തുള്ള ദൈവ പൈതൽ, സ്തോത്രം, നിനക്ക് വെളിയിലുള്ളതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാം. സാത്താനോട് ആദരവോടും ബഹുമാനത്തോടും ജീവിക്കാൻ വേണ്ടിയല്ല യേശു കർത്താവ് ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. സ്തോത്രം കുറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. വൈരി, ആമേൻ, വൈരി എന്തെല്ലാം പ്ലാൻ ചെയ്താലും എങ്ങനൊക്കെ ദൃഷ്ടി വെച്ചാലും നിന്നിൽ അത് ഏക്കത്തില്ല. വൈരി വേണ്ടല്ലോ. ചില ആളുകൾക്ക് മനുഷ്യന്റെ ദൃഷ്ടിയെ തന്നെ പേടിയാ. നല്ല ഉടുപ്പ് മക്കൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട് എൻ്റെ അച്ഛാ. അത് നല്ല സാരി ഇരിപ്പുണ്ട്. അത് ഉടുത്തോണ്ട് സഭായോഗത്തിന് വരാൻ ധൈര്യമില്ലാത്ത ഹതഭാഗ്യർ പെന്തക്കോസ്റ്റിലുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ കാര്യം തന്നെയാ പറയുന്നേ, വേറെ എവിടുത്തെയല്ല. ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാ ആന്റി അത് ഉടുക്കുന്നേ? അത് ഉടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ണ് വെക്കും. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് അങ്ങനെ ധൈര്യക്കുറവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം തരാൻ ഞാനൊരു കാര്യം പറയാൻ പോകും. ഒരു ചലഞ്ച് ഏറ്റെടുത്തോണം, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ഉള്ളതിൽ നല്ല വസ്ത്രവും നല്ല വണ്ടിയിലും നല്ല നിലയിൽ ദേഹത്തെ ചെളി കളഞ്ഞ്, സഹോദരിമാരാണെങ്കിൽ വൃത്തിയായി മുടി കെട്ടി, അവൻ നന്നായി, വേണ്ടാത്ത ഒരുക്കമല്ല പറഞ്ഞത്, നല്ല നിലയിൽ സഭായോഗത്തിന് ഭൂഷണമായിട്ട് സഭായോഗത്തിനകത്ത് നിങ്ങൾക്ക് വരാൻ ധൈര്യം ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഇവിടെ ഉള്ളവർക്ക് ധൈര്യം ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ധൈര്യം, ഒരുത്തിന് ജ്ഞാനം കുറഞ്ഞു പോയാൽ എന്നുള്ളതുപോലെ ധൈര്യം അല്പം കുറവുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ണ് ഏൽക്കുന്നെങ്കിൽ ഏറ്റവും ഉടനെ എന്നെ വിളിക്കണം. എന്നിട്ട് ഞാൻ ഇവിടെയുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടുത്തെ ഡോക്ടർ പരിശോധിച്ച് ഇത് കണ്ണ് ഏറ്റതാണെന്ന് എഴുതി തരാമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ചെലവും ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും.
എനിക്കത് വഹിക്കാൻ പറ്റുന്നോണ്ടാ പറഞ്ഞത്, ചുമ്മാ പറയുന്നതല്ല. ഡോക്ടർ എഴുതി തരണം. ഇവിടുത്തെ MBBS കഴിഞ്ഞ പ്രഗത്ഭനായ ഡോക്ടർ, അവിടുത്തെ മെയിൻ ഡോക്ടർ എഴുതി തരണം. ഇതെന്ത് ചെയ്തതാണ്? ചിന്നമ്മയ്ക്ക് യോഗത്തിന് പോയപ്പോൾ കണ്ണ് തട്ടിയതാണ് എന്ന് എഴുതി തന്നാൽ, സൂസപ്പന് കണ്ണേറ്റു എന്ന് എഴുതി തന്നാൽ അതിന്റെ മുഴുവനും ചെലവും എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു കാര്യം തെളിച്ചു പറയാം, ദൈവം അറിയാതെ. സ്തോത്രം. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് ഒന്നും കൂടെ തെളിച്ചു പറയാ. ഈ വേലിക്കപ്പുറത്തുള്ള നിന്നെ അവൻ വെറുതെ ഒരു കാറ്റ് പോലും അടുപ്പിക്കാൻ എന്റെ ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു ശത്രുവിനും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വേലിക്കുള്ളിൽ പുറമറ്റത്തുള്ള ദൈവമക്കൾ സുരക്ഷിതരാണെന്ന് 100% ഈ വചനം വെച്ച് ഉറപ്പ് കൽപ്പിക്കുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കളൊന്ന് ദൈവത്തിന്റെ മഹത്വം കരേറ്റി ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. പറ. ആകുലതകളുള്ളവർ പറ. ആമേൻ. സ്വത്രം. അകത്ത് ഭാരമുള്ളവർ ഈ വചനം ഏറ്റെടുത്ത് ധൈര്യപ്പെട്ട് ഇങ്ങനെ വാ തുറന്ന് പറ, ഞാനും എനിക്കുള്ളവയും ഞാനും എനിക്കുള്ളവരും, ആമേൻ, ഞാനും എനിക്കുള്ള എൻ്റെ മക്കളും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ദൈവത്താൽ സുരക്ഷിതരാണ്. ആ സുരക്ഷാബോധം അകതളത്തിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേലിക്കപ്പുറത്ത് മന്ത്രവാദമുണ്ട്, ഈ വേലിക്കപ്പുറത്ത് ആമേൻ ദുർമന്ത്രവാദികളുണ്ട്, ഈ വേലിക്കപ്പുറത്ത് കൈവശമുണ്ട്, ഈ വേലിക്കപ്പുറത്ത് ഇടപാടുകളുണ്ട്. ഇത് എന്തെല്ലാം നിനക്കെതിരെ ചെയ്താലും ഈ വേലി നിൽക്കുന്നിടത്തോളം കാലം ഇതിനെ ഭേദിച്ച് അകത്ത് വരത്തില്ല. എന്നാൽ ഇയ്യോബിന്റെ അരികിൽ വന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിച്ചിട്ട് സാത്താൻ മുമ്പിൽ വന്നപ്പം സ്തോത്രം ശാശ എന്ന് പറഞ്ഞാൽ അത് പോകുമോ? പൗലോസിന്റെ അരികെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിൽ കുറച്ചും കൂടെ രണ്ടാമത്തെ ഭാഗം നാം വായിച്ച വാക്യം, ജാതിക്ക് ദൈവം വേലി കെട്ടി. ആ ജാതി എന്നുള്ളത് ഇസ്രയേലാണ്. നാം വായിച്ച സങ്കീർത്തനങ്ങൾ 80 12 വാക്യത്തിൽ അതിന്റെ വേലി പൊളിച്ചതാര്? അപ്പോ വേലി പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാട്ടുപന്നി കയറിയിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ ഉള്ളിൽ പല ഇടപാടുകൾ കയറിയിട്ടുണ്ട്. അപ്പൊ ന്യായമായ നിലയിൽ കാട്ടുപന്നി അകത്തും വേലി പൊളിഞ്ഞും കിടക്കുമ്പോൾ നമുക്ക് സംശയം, ഡൗട്ട് അടിക്കുക, ആരാ പൊളിച്ചേ? ഈ പന്നി മിക്കവാറും എന്ത് ചെയ്തതാ? അവിടെ നിൽക്കുന്ന മാന്തുന്ന ആ പന്നപ്പന്നിയോട് ചോദിക്കാം, പന്നി പന്നി നീയാണോ പന്നി വേലി പൊളിച്ചേ? പന്നി പറയും, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, പൊളിഞ്ഞത് കൊണ്ട് ഞാൻ കേറിയതാ. സ്തോത്രം. വേലി ആരാ കെട്ടിയേ? എടുക്കാം. നമുക്ക് രണ്ടാമത്തെ വാക്യം, നമ്മുടെ കുറിവാക്യം വായിച്ചോ. അവൻ വേലി കെട്ടി. വായിച്ചോ. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. വേലി കെട്ടി. ഇനി 5-ാം വാക്യം വായിച്ചോ. ഞാൻ അതിന്റെ വേലി പൊളിക്കും. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. ദൈവം കെട്ടിയ വേലിയുടെ ഒരു കാല് പോലും ഇളക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ശത്രുവും ഇല്ല. ആമേൻ പറയാൻ ബലമുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഉറപ്പോടെ പറയണം. ദൈവം, ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവമക്കളെ, നിങ്ങൾക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള സംരക്ഷണത്തിന്റെ വേലിയില്ലേ, ആ വേലിയുടെ ഒരു കാലെ തൊടാൻ പോലും ആംബിയറുള്ള ഒരു വൈരിയില്ല. എന്നാൽ ഇവിടെ വേലി പൊളിച്ചത് ആരാന്നറിയാവോ? കെട്ടിയവൻ ഇത് പൊളിച്ചു. പൊളിച്ചതിന് കാരണം കായ്ച്ചു. ആ ഫലം ഏതാ? കാട്ടുമുന്തിരിങ്ങ. അത് നല്ല ഫലമല്ല. ആമൻ. ഫലം മാറിപ്പോയി. അതുകൊണ്ട് എൻ്റെ ദൈവം എന്ത് ചെയ്തു? വേലി പൊളിച്ചു. ആമേൻ. അപ്പോൾ 80-ാം സങ്കീർത്തനം
അതിന്റെ 12-ാം വാക്യത്തിൽ എന്തുകൊണ്ട് വേലി പൊളിച്ചു എന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ. ആ വേലി എന്തുകൊണ്ടാ പൊളിച്ചേ? 80-12 എടുത്തവരൊന്ന് വായിച്ചേ. അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞത് അകത്തുള്ള മുന്തിരി, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരി, അത് ഇസ്രയേലാണ്. എന്നാൽ ഇസ്രയേലിന്റെ ചുറ്റുമുണ്ടായിരുന്ന കെട്ടിയ വേലി, ദൈവമാണ് വേലി കെട്ടിയത്. വേലി പൊളിച്ചു കളഞ്ഞത് എന്ത്? അപ്പോ കാട്ടുപന്നി അകത്തു വന്നാൽ, സ്തോത്രം, പന്നിപ്പടക്കം പൊട്ടിച്ചോണ്ടൊന്നും നടക്കത്തില്ല. സ്തോത്രം. കാറിയ കൊണ്ടോ കൂകിയ കൊണ്ടോ അമറിയ കൊണ്ടൊന്നും എന്ത് ചെയ്യത്തില്ല. കാറിക്കൂകിയ കൊണ്ടൊന്നും ഇത് പോകത്തില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. വേലി പൊളിഞ്ഞത് എന്താണ് എന്ന് കണ്ടെത്തണം. വേലി എന്തുകൊണ്ട് ദൈവം പൊളിച്ചു? സ്തോത്രം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് കൈമാറുന്നു. ദൈവം കെട്ടിയ വേലി, സ്തോത്രം, ദൈവം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഒന്ന്, ഇയ്യോബിന്റെ മുമ്പിൽ ദൈവം വേലിക്കപ്പുറത്തേക്ക് ശത്രുവിനെ വരാൻ അനുവദിച്ചത് എന്തിനാണ്? അവൻ വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നെന്ന് ചോദിച്ചു. അല്ല, നീ അകത്തു വന്നാലും ഇവന്റെ വിശ്വാസം പോകത്തില്ല. ഇവൻ ദൈവത്തെ തള്ളി പറയത്തില്ല. ഹല്ലേലൂയ. ആ ഉറപ്പോടുകൂടെ അവന്റെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് ഈ സാത്താനെ ബൈബിളിൽ പല പര്യായ പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്രയോഗമാണ് പരീക്ഷകൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ആരുടെ കയ്യിലാണ്? അടുത്തൊരു പ്രയോഗമുണ്ട് വെളിപ്പാട് പുസ്തകം 20-ൽ, അല്പകാലത്തേക്ക് അവനെ അഴിച്ചു വിടേണ്ടത് ആവശ്യം. ആരുടെ ആവശ്യം? 20-ൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്ട് കഴിഞ്ഞ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടത് ആവശ്യം. ആരുടെ ആവശ്യം? സാത്താന്റെ ആവശ്യമാണോ? സ്തോത്രം. അപ്പം ദൈവം ഒന്ന് ഇയ്യോബിന്റെ ആ വേലിക്കകത്തേക്ക് ശത്രുവിനെ അനുവദിച്ചത് അവന്റെ വിശ്വാസത്തിന്റെ ആമേൻ പരിശോധനയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇവിടെ ഇസ്രയേലിന്റെ മുൻപിൽ വേലി പൊളിച്ചത് അവരുടെ അവൻ പാപം നിമിത്തം ദൈവം എന്ത് ചെയ്തു? പൊളിച്ചു. നെക്സ്റ്റ്, അടുത്ത വേട്, അടുത്ത ഭാഗം. ആമേൻ. അതിങ്ങനെയാണ്. ഹോശിയ പ്രവചനത്തിനകത്തൊരു പ്രത്യേക വാക്കുണ്ട്. ഈ വേലി ദൈവം കെട്ടിയത് എന്തിനാണെന്നറിയാമോ? ഇസ്രയേൽ സ്ത്രീ ആയ ഗോമർ. ഹോശിയ പ്രവചനം 2:6 വാക്യം ഞാൻ അങ്ങ് പറഞ്ഞു പോകുക. ആമേൻ. ആ വാക്യം ഇങ്ങനെയാണ്. ആമേൻ. ആ വേലി കെട്ടും എന്നൊരു വാക്കുണ്ട്. എന്തിനാണെന്നറിയാവോ? ഗോമർ ജാരന്മാരുടെ പുറകെ പോകാതിരിക്കാൻ. അകത്തുള്ളത് ഈ അതിരിന് വെളിയിലേക്ക് അതിര് വിട്ട് പോകരുത്. ഒന്നും കൂടെ തെളിച്ചു പറയുന്നു. ഈ വേലി ദൈവം കെട്ടിയത് എന്തിനാ? ഗോമർ അതിര് കടക്കരുത്. ഇതുപോലെ നമുക്കൊരു അതിര് വെച്ചിട്ടുണ്ട്. ആ അതിര് യോഹന്നാന്റെ സുവിശേഷം ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഉപദേശത്തിന്റെ അതിര്. ഹല്ലേലൂയ. എന്തോ അതിരാണ്? പുതിയ നിയമസഭയ്ക്ക് ഉപദേശത്തിന്റെ ഒരതിരുണ്ട്. എവിടം വരെ ആകാവൂ, എവിടം വരെ പോകാവൂ, എവിടം വരെ പറയാവൂ, എവിടം വരെ ചെല്ലാവൂ, ഒരതിരുണ്ട്. സാറൊരു പാട്ട് പാടി, ഈ അതിരില്ലാത്ത ഞങ്ങളെപ്പോലുള്ള കൂട്ടരെ ചേർത്തിയാണ്. വെല വെല എന്നു ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ. അത് ഞാൻ മുഴുവൻ പാടുന്നില്ല. അപ്പം വേലിയില്ലാത്ത സ്ഥലത്തിന്റെ കുഴപ്പം എന്താ വെച്ചാ അതിരറിയല. സ്തോത്രം. ഉപദേശത്തിന്റെ അതിര്. ഗോമർ അതിര് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി. മുള്ളുകൊണ്ട് വേലി കെട്ടും എന്ന് വെച്ചാൽ ഗോമർ പിന്മാറി പോകാതിരിക്കാൻ.
അതിരിന് വെളിയിൽ പോകരുത്. അതുകൊണ്ട് ദൈവം വേലി കെട്ടി. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഉത്തമഗീത പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, അതിന്റെ പ്രാരംഭ വാചകം മാത്രം ഒന്ന് വായിച്ചോ. കെട്ടിയടച്ച തോട്ടം. മതി, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എന്റെ കാന്ത, പ്രിയൻ പറയുന്നു, എന്റെ കാന്ത ആരാണ്? കെട്ടിയടച്ച തോട്ടമാണ്. അതിന്റെ ചുറ്റും ഒരു വേലിക്കെട്ടുണ്ട്. കെട്ടിയടച്ചതാണ്. കെട്ടിയടച്ച തോട്ടത്തിനകത്ത് വെളിയിൽ നിന്ന് വൈരികൾക്ക് പ്രവേശിക്കാൻ പറ്റാതെ വണ്ണമാണ് അത് കെട്ടിയടച്ചിട്ടുള്ളത്. ഈ പഴയ നിയമ സഭയുടെ ഏറ്റവും സായാഹ്ന ഘട്ടത്തിൽ യെരുശലേമിലെ ദേവാലയത്തിൽ കൂനിയായ സ്ത്രീ വന്നിട്ടുണ്ട്, അല്ലേ? ഭൂതം പിടിച്ചവർ വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈംഗികവുമായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ഭൂതത്തിന് സ്ഥാനമില്ല. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഒരാളെ വെള്ളത്തിൽ മുങ്ങി അവൻ സ്നാനപ്പെട്ട്, ഒന്ന് രക്ഷ എന്നുള്ള വിഷയം കുറച്ച് സവിസ്തരമായി പഠിക്കേണ്ട വിഷയമാണ്. രക്ഷിക്കപ്പെട്ട് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ഭക്തിയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതൽ. ആ ദൈവ പൈതലിന്റെ അകത്ത് ക്രിസ്തുവാണുള്ളത്. സ്തോത്രം. സഭ കെട്ടിയടച്ച തോട്ടമാണ്. കെട്ടിയടച്ച തോട്ടം തുറന്നു കിടക്കുന്നിടമല്ല. വെളിയിലുള്ള വൈരികൾക്ക് അകത്തു വന്ന് എന്തും ചെയ്തച്ച് പോകാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം അല്ല ജീവരക്തത്താൽ സമ്പാദിച്ച സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ചതുരക്കല്ലിനെയും കല്ലിനെയും കുറിച്ച് ഇവിടെ ഞാൻ ഒരു സന്ദേശം നൽകുകയുണ്ടായി. കല്ലുകളുടെ കുറവെല്ലാം വെട്ടുകുഴിയിൽ വെച്ച് തീർത്ത ശേഷമാണ് സിയോൻ കുന്നിലേക്ക് അത് കൊണ്ടുവന്നത്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. ജീവനുള്ള കല്ല് എന്ന പോലെ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് നമ്മെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു എന്നല്ല, നമ്മെ എടുത്ത് വെക്കുമെന്നല്ല, ചേർത്ത് വെച്ചിരിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കരേറ്റാം. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു ദൈവ പൈതൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട സമയത്തെ അതുവരെയുള്ള അവന്റെ സകല ശാപവും, അതുവരെയുള്ള അവന്റെ സകല ജന്മപാപവും, അതുവരെയുള്ള അവന്റെ സകല കർമ്മപാപവും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായി, അവൻ മോചനം പ്രാപിച്ചവനായി, അവൻ ശുദ്ധീകരണം പ്രാപിച്ചവനായി, അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവനായി തീർന്നിരിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. എന്റെ കാന്ത. ആ കാന്തയുടെ പൊരുൾ ആരാന്നറിയാവോ? ഇന്നിവിടെ ഇരിക്കുന്ന ഈ അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈംഗികവുമായിരിക്കുന്ന ദൈവസഭയാണ്. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെ കൂട്ടമാണ്. ഒന്ന് തിരിച്ചറിയണം. ഇന്ന് പകൽ ഈ സഭായോഗത്തിനകത്തിരിക്കുന്ന ഒന്ന് തിരിച്ചറിയണം. ദൈവമറിയാതെ ഒരു വൈരികളും ആമൻ, ദൈവമറിയാതെ ഒരു വൈരികളും ആ ഉറപ്പോടെ വാ തുറന്നെന്ന് പറയാൻ ധൈര്യം കുറവുണ്ടോ? വാ തുറന്ന് പറ. ആമൻ. ദൈവം അനുവദിക്കാതെ ഒരു വൈരികളും ആമൻ സ്വത്രം എന്നെ തൊടത്തില്ല. ദൈവം അനുവദിക്കാതെ ആമൻ ഒന്നിനും എന്നിൽ ആധിപത്യമില്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ തലമുറയുടെ മേതെ, എൻ്റെ കുടുംബത്തിന്മീതെ, എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സ്വത്രം, എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ, ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ഈ ഉറപ്പോടെ വേണം ജീവിക്കാൻ. ദൈവം വേലി കെട്ടി എന്തിനാണെന്നറിയാവോ? ഈ വേലി കാണുമ്പോഴൊക്കെ വേലിക്കുള്ളിലുള്ളതിനൊരു ഉറപ്പുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. ആ സ്ഥലം തമിഴ്നാട്ടിൽ കൂടെ അതിന് വഴിയുള്ളൂ. എൻ്റെ ഒരു സ്നേഹിതനും ഒരുമിച്ച് ഈ കാനനം
എന്നുള്ളത് കാനനം കാണണമല്ല, കാനനം കാണണം, നല്ല കാര്യമാണ്. എന്നാൽ കാനനം എനിക്കൊരു ഇഷ്ടമായതുകൊണ്ടും അദ്ദേഹത്തിനും ഈ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പുതിയ ഭാഷകൾ ഈ സെയിം വൈബ് അല്ലേ അല്ലേ അങ്ങനെ കുറേ ഭാഷകൾ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. ആ ഒരു ഒന്നിക്കുന്ന ഒരു ചിന്താഗതിയിൽ ഒരിക്കൽ അങ്ങ് പോയി. അതെവിടെയാണെന്ന് ചോദിച്ചാൽ പറമ്പിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പറമ്പിക്കുളം തമിഴ്നാട്ടിലൂടെ അങ്ങനെ കൊല്ലംകോടൊക്കെ കഴിഞ്ഞ് ആനമല കയറി, ആനമലയിൽ നിന്ന് ചേറ്റുമടയിൽ പോയി, ചേറ്റുമടയിൽ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പറമ്പിക്കുളം ചെല്ലാൻ പറ്റും. പറമ്പിക്കുളത്ത് ചെന്നു. പറമ്പിക്കുളത്ത് ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് അവിടെ പിന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടിയിലേ കൊണ്ടുപോകത്തുള്ളൂ. മുഴുവനും മാനുണ്ട്, പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, ഇതെല്ലാം കൂട്ടമായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ചങ്ങാടം തുഴഞ്ഞ് ഞങ്ങൾ ഒരു പറമ്പിക്കുളം ഡാമിൻ്റെ അപ്പുറത്തൊരു തുരുത്തിൽ കയറി കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ അവിടെ ആളുകൾക്കൊക്കെ താമസിക്കത്തക്ക രീതിയിൽ ഒരു റിസോർട്ട് പോലെ ഒരു തട്ടിക്കൂട്ട് പരിപാടി. എന്നാൽ അതിൻ്റെ ചുറ്റും വലിയൊരു കിടങ്ങ് താഴ്ത്തിയിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല താഴ്ചയുള്ള കിടങ്ങെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കിടങ്ങെന്ന് പറഞ്ഞാൽ വലിയ ചാല്, ഒരു 2-3 ആൾ താഴ്ചയിൽ. എന്നിട്ട് അതിലെ കൂടെ ഒരു വലിച്ചു മാറ്റാവുന്നൊരു പാലമുണ്ട്. ആ പാലത്തെ കൂടെ അക്കരെ കയറിയിട്ട് ആ പാലം ഒന്ന് വലിച്ച ശേഷം രാത്രിയാകുമ്പം അവിടെ കൂട്ടമായിട്ട് കാട്ടാന വരും, കൂട്ടമായിട്ട് കാട്ടുപോത്ത് വരും. ഇതെല്ലാം കൂടെ വന്നേച്ച് സ്തോത്രം ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കും. അവരെല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ വിളിക്കുന്ന പോലെ തോന്നും. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ തോന്നും. എന്നാൽ നമ്മൾ ആ കിടങ്ങിൻ്റെ ഇപ്പുറത്ത് ചെന്ന് ധൈര്യത്തോടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ധൈര്യം ഉണ്ടെങ്കിൽ കടന്ന് ഇങ്ങോട്ട് വാടാ, നമ്മൾ തിരിച്ചു പറയുകയാണ്. അത്രയും ധൈര്യത്തിൽ കാട്ടാനയുടെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് അല്ലാതെ ധൈര്യം ഉണ്ടാകത്തില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കിടങ്ങുണ്ട്, ഇത് കടന്ന് നിനക്ക് വരാൻ പറ്റത്തില്ല. സ്തോത്രം. നമുക്കെതിരെ ശത്രുപാളയത്തിൽ തന്ത്രങ്ങളുണ്ടായിരിക്കാം, ആഭിചാരങ്ങളുണ്ടായിരിക്കാം, പോർവിളികളുണ്ടായിരിക്കാം, വെല്ലുവിളികളുണ്ടായിരിക്കാം. എന്നാൽ ഈ തന്ത്രങ്ങളൊന്നും ഈ വേലിക്കുള്ളിലേക്ക് ഏൽക്കത്തില്ല. വേലി കാണും തോറും ഒരു സുരക്ഷാ ബോധമുണ്ട്. സ്തോത്രം. സ്ട്രോങ് ആയ സൈന്യമുള്ള രാജ്യത്തിന്റെ പ്രജകളോട് രാഷ്ട്രത്തിന്റെ തലവൻ ഇങ്ങനെ പറയാൻ പറ്റും. യുദ്ധം വന്നാലും അവിടെയുള്ള പ്രജകളോട് പറയാൻ പറ്റും, നിങ്ങൾ പോയി ധൈര്യത്തോടെ ഉറങ്ങിക്കൊള്ളൂ, രാഷ്ട്രത്തിന്റെ കാവൽ ഞങ്ങൾ ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജനത്തിന് കൊടുക്കുന്ന സുരക്ഷാബോധം. എന്നിട്ട് പോലും ഇസ്രയേലിന്റെ അയൺഡോണുകളെ വിഭേദിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പാഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണ് വെട്ടിച്ച് പലതും വരുന്നുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ കവചത്തെ ഭേദിച്ച് വരാൻ കഴിയുന്ന ഓരോ ആയുധങ്ങളും ശത്രുപാളയത്തിൽ ഇല്ലെന്ന് ഇന്ന് പകൽ വചനം നൽകി ഇവിടെയുള്ള ദൈവമക്കളോട് ദൂത് പറയുമ്പോൾ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ബലമൊക്കെ കിട്ടിയ പോലെ തോന്നുന്നു. ഒരു ബൂസ്റ്റൊക്കെ കുടിച്ച് ഉച്ച കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങി 2 സ്പൂണ് ബൂസ്റ്റൊക്കെ കലക്കി ഒരു ഉന്മേഷം വന്ന പോലെ തോന്നുന്നു. അല്ല, നിങ്ങൾ വരുന്ന ഒരാഴ്ച ചാശി ചപ്പി ആ മാവേന്ന് കിടക്കുന്ന മാങ്ങാണ്ടി കിടക്കുന്ന പോലെ നിന്നെ ആക്കി കളയുമെന്ന് പറഞ്ഞ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഇറങ്ങുമ്പോഴേ ഹല്ലേലൂയ. ഭക്തൻ പാടിയില്ലേ, രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നത് അവൻ മെത്തയിലാണെങ്കിലും ആ മെത്തയങ്ങ് മാറ്റിയിട്ട് കാവ്യഭാഷയിൽ താൻ പറഞ്ഞു, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ
കൈകളിൽ ഉറങ്ങുന്നു. എത്ര പേർക്ക് ആ സുരക്ഷാ ബോധമുണ്ട്? ഒരിക്കൽ ആണി നമുക്ക് വേണ്ടി ഏറ്റ കരങ്ങളിലാണ് എൻ്റെ ജീവിതം. ഞാൻ വസിക്കുന്നത്, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ആ അപബോധ മകതളത്തിലുള്ള ദൈവമക്കൾ ഇന്ന് പകലിൽ ദൂതേറ്റെടുത്ത ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ടെ. ദൂതിൻ്റെ സമാപന വാക്കിലേക്ക് ഞാൻ വരുന്നു. അവിടുത്തെ ജീവൻ നൽകി, അവിടുത്തെ ജീവൻ നൽകി, അവിടുത്തെ ജീവരക്തം മുഴുവനും ഊറ്റി സമ്പാദിച്ച ഈ സഭയെ എൻ്റെ കർത്താവ് എത്രയധികം കാക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പുറമറ്റം സഭയെ, സഭയാം ജനമേ, പ്രവാസ ലോകത്തിലുള്ള സഹോദരങ്ങളെ, പ്രതിസന്ധികളുടെ നടുവിൽ എന്താകുമെന്നുള്ള തേങ്ങലുള്ള ആമേൻ സ്തോത്രം ഉറ്റവരുമേ, ഉടയവരുമേ, ഇന്ന് പകലിൽ ഈ വചനം കേട്ടെന്ന് ബലം പ്രാപിക്കാം. ദൈവം അനുവദിക്കാതെ നിന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല സഹോദരി. ദൈവം അനുവദിക്കാതെ അവൻ നിന്റെ ജീവിതത്തിൽ, അവൻ നിന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ല. ആ വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവമറിയാതെ എന്നിലൊന്നും സംഭവിക്കത്തില്ല. ഉറപ്പോടെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ട് അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ട്. ദൈവത്തിന്റെ വേലി അത് ദൈവത്തിന് മാത്രമേ പൊളിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വേലി അവൻ ശത്രുവിനകത്ത് പ്രവേശിക്കാൻ, അതിനെ ഭേദിച്ച് കടക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വേലി അവൻ നിന്നെയും ശത്രുവിനെയും തമ്മിൽ അതിന്റെ ഇടയ്ക്ക് തീർത്തിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന അതിർവരമ്പാണ് ദൈവത്തിന്റെ വേലി. ദൈവത്തിന്റെ വേലി എനിക്ക് ചുറ്റുമുണ്ട്, അതിനെ നീ കാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന വൈരിയെ നീ പർവ്വതീകരിക്കാതെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സുരക്ഷയെ നീ കാണ്. അവൻ ശത്രുപാളയത്തിൽ നിനക്കെതിരെയുള്ള അവൻ കുതന്ത്രങ്ങളെ നീ കാണാതെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സുരക്ഷയെ നീ കാണ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂതാണ്, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സുരക്ഷയെ നീ കാണ. നമുക്കെതിരെ ആഭിചാരം ചെയ്യുന്നവരാരൊക്കെ കാണട്ടെ, നമുക്കെതിരെ ഏതൊക്കെ ആഭിചാരകന്മാർ എഴുന്നേൽക്കട്ടെ, ഈ ഭാരതത്തിലെ ഏത് കരുത്തരായവർ വേണമെങ്കിലും എഴുന്നേൽക്കട്ടെ. എന്നാൽ ആഭിചാരം ഇസ്രയേലിന് ഫലിക്കത്തില്ല, ആഭിചാരം ഇസ്രയേലിനത് ഏൽക്കത്തില്ല. അങ്ങനെ എങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവരക്തം അടയാളം ഏൽക്കപ്പെട്ടിരിക്കുന്ന അവൻ ദൈവ കുഞ്ഞെ നിന്നെ അത് തൊടത്തില്ല. Pura mana mana mana.